ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷാണ്. 7th ഇംഗ്ലീഷിൽ യൂണിറ്റ് 2 രണ്ടാമത്തെ യൂണിറ്റിൽ എ ഡോൾസ് ജേർണി എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. എ ഡോൾസ് ജേർണി യൂണിറ്റ് 2 ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ഡോർവേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോളൊക്കെ വെച്ചിട്ടുള്ള ഒരു പിക്ചർ സ്റ്റോറിയും തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. ഈ ഡോൾ സ്റ്റോറിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഡിഡ് കഫ്ക പ്രോമിസ് ദ ഗേൾ? ആൻസർ: കഫ്ക പ്രോമിസ്ഡ് ദ ഗേൾ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ഹർ ലോസ്റ്റ് ഡോൾ. എന്താണ് ഗേളിന് പ്രോമിസ് കൊടുത്തത്? അടുത്ത ദിവസം ഡോളിനെ തിരയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഡോള് മിസ്സായിരിക്കുകയാണല്ലോ, അപ്പോൾ ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം കണ്ടിട്ട് നമുക്ക് കാണാതായതിനെ കണ്ടുപിടിക്കാൻ തെരച്ചിൽ തുടങ്ങാമെന്നാണ് പ്രോമിസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ: വൈ വാസ് ദ ഗേൾ മൂഡി? ഗേൾ എന്താ മൂഡ് ഓഫ് ആയത്? ബിക്കോസ് ഷീ വാസ് മിസ്സിങ് ഹെർ ഡോൾ ആൻഡ് ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. ആ ഡോളിനെ അവൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോൾ തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം, അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദർ വർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ്. വൈ? കുറേ ദിവസമായിട്ട് ലെറ്റേഴ്സ് ഇല്ല. എന്തുകൊണ്ട്? കഫ്ക realized he could not continue to make up letters indefinitely as the girl was becoming moody and desperate for her doll to return. Kafka needed time to come up with an explanation for the doll's prolonged absence that would satisfy the girl. So there were no letters for some days. അടുത്ത ക്വസ്റ്റ്യൻ: ഡു യു ലൈക്ക് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി? സജസ്റ്റ് അനദർ എൻഡിങ്. നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡിങ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അങ്ങനെ, ഇഷ്ടമായില്ലെങ്കിൽ വേറെ ഒരെണ്ണം സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ബിറ്റർ സ്വീറ്റ്. It leaves the girl with a sense of happiness at receiving news from her doll, but also sad and lonely to see her doll again. Instead of ending with the doll's engagement, Kafka could have arranged for the doll to return to the girl. The girl would be happy and delighted. അപ്പോൾ ഇതിന് വേറെ ഒരു എൻഡിങ് ആവാമായിരുന്നു അല്ലേ? ആ ഡോള് റിട്ടേൺ ആവണ പോലെ. അപ്പോൾ ആ പെൺകുട്ടി ഹാപ്പി ആവും, ഡിലൈറ്റഡ് ആവും അല്ലേ? അങ്ങനെ ഒരു എൻഡിങ് ആവാമായിരുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എഴുതാട്ടോ ഇതിൻ്റെ എൻഡിങ്. അപ്പം 4 ക്വസ്റ്റിന് ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് റീഡ് ദ സ്റ്റോറി വൺസ് അഗൈൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോ. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? എ പാർക്ക് ഇൻ ബെർലിൻ. ക്യാരക്ടേഴ്സ്: ഫ്രാൻസ് കഫ്ക, ദ ഗേൾ, ദ ഡോൾ. Theme of loss, empathy, creativity and the power of storytelling. Highlights Kafka's kindness and inventiveness in comforting a distressed child through imaginative means. അടുത്തത് നമുക്കൊരു കോൺവെർസേഷൻ ഫിൽ ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. കഫ്ക ബെർലിനിലെ പാർക്കിലൂടെ നടക്കുകയായിരുന്നു ഒരു ശനിയാഴ്ച വൈകുന്നേരം. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ ഒരു പെൺകുട്ടിയെ കാണുകയാണ്, അവളുടെ ഡോൾ മിസ്സായിട്ട് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടീനെ കംഫർട്ട് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. കഫ്ക പറയണം: ഓ ഡിയർ, വൈ ആർ യു ക്രൈയിങ്? എന്തിനാ കരയുന്നത്? അപ്പോൾ ലിറ്റിൽ ഗേൾ പറയും: മൈ ലെവി, മൈ ലെവി, മൈ ഡോൾ. എൻ്റെ ഡോളിനെ വിളിച്ച് കരയണം അവൾ കഫ്ക. എന്ത് ചോദിക്കും? വാട്ട് ഹാപ്പൻ ടു യുവർ ഡോൾ? അപ്പോൾ ഗേൾ പറയും: ഐ ലോസ്റ്റ് ഹെർ. എനിക്ക് നഷ്ടപ്പെട്ടു അവളെ. ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്? അതെങ്ങനെ കാണാനിരിക്കും? ഇറ്റ് ഈസ് സ്മോൾ വിത്ത് ബ്രൗൺ ഹെയർ ആൻഡ് ബ്ലൂ ഡ്രസ്. ചെറുതാണ്, ബ്രൗൺ ഹെയറും ബ്ലൂ ഡ്രസ്സുമാണ്. അപ്പോൾ കഫ്ക പറയും: ഐ വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ഹെർ. ഞാൻ സഹായിക്കാം അതിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ലിറ്റിൽ ഗേൾ: ഓ റിയലി, താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഇത് നിങ്ങളോട് ക്ലാസ്സിൽ ഈ കോൺവെർസേഷൻ അതായത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ 2 കുട്ടികൾ തമ്മിൽ കോൺവേഴ്സ് ചെയ്തിട്ട് ആക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഭിനയിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ്. അടുത്തത്, ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദി ഡോൾ. അപ്പോൾ ഡോളിൽ നിന്ന് ലെറ്റേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. ഷീ റോട്ട് അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ദിസ് വെന്റ് ഓൺ ഫോർ സം ടൈംസ്. കുറച്ചു കാലം ആ ലെറ്റേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദി ഡോൾ, ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. അപ്പോൾ ഈ ലെറ്റർ വായിച്ചതിന് ശേഷം ഈ ഗേളിന് അതിനെ കാണണം എന്നൊരു ആഗ്രഹം വന്നു ഡോളിന് അല്ലേ? ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ബട്ട് ദ ഡോൾ ഡിഡ്ന്റ് ടേൺ അപ്പ്. കുറേ വെയിറ്റ് ചെയ്തു, പക്ഷേ ഡോൾ വന്നതേ ഇല്ല. സോ ഷീ ഡിസൈഡഡ് ടു പുട്ട് ഹർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇൻ എ ഡയറി. അപ്പോൾ അവൾ അവളുടെ ഡയറിയിൽ അവളുടെ ഇമോഷൻസ് എഴുതുകയാണ് കേട്ടോ. ആ ഗേള്. നോക്കാം, ഡേയും കൊടുക്കണം.
Today I received a letter from my dear doll. She has been on such an exciting adventure. She wrote about her adventures and the visited places. I am so happy for her, but I miss her terribly. The letters make me feel like she's not too far away. I have been waiting for her comeback. I know she is having a great time. I hope she will come back soon. I want to hear all about her adventures and give her a big hug to welcome her home. Okay. Next. Here is a letter written by the doll to the girl. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ലെറ്റർ ഡോള് ഗേളിന് എഴുതിയ ലെറ്ററാണ്. ആ പാവക്കുട്ടി ഗേളിന് എഴുതിയ ലെറ്ററാണ്. ദെൻ അടുത്ത് നിങ്ങൾക്ക് എഴുതാൻ തന്നിരിക്കുന്നത് ഇമാജിൻ നിങ്ങൾ ഇർമയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലെവിക്ക് ഒരു ലെറ്റർ എഴുതാം. Dear Levi, I have received your letters. I am so happy to hear that you are safe there. I wish I could be there with you to see the world through your eyes. I find myself daydreaming about the places you have described. I always remember every moment that we were together. When will you be coming back? I'm eager to see you. Take care and continue your journey. I'm always here waiting for you. With Irma. ഓക്കെ, ലെറ്റേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാട്ടോ. ഇത് വളരെ ചെറിയ ലെറ്ററാണ്. അടുത്തത് ഇത് നിങ്ങളോട് വായിച്ചിട്ട് നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. Now read the passage, pick out the sentences with words. ഇറ്റാലിക്സിലുള്ള വേർഡ്സ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുഡ്, വുഡ്, ഷുഡ് ഒക്കെ വരുന്ന വേർഡ്സ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ അവർ തന്നിട്ടുണ്ട്, ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. രണ്ടാമത്തെ ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. Third, early in the morning she would have great fun drawing and painting. Fourth വരുന്നത് she found she could not take her eyes off the screen. Next, she would scroll through social media, watch videos and play games for hours. Next, she could not help reaching for her phone even when she was busy with other things. Next, Irma's mother noticed this and she taught Irma should not let herself be carried away by the smartphone. Next is spending time outdoors and enjoying real life moments should be just as important as the digital world to her. ഇത് അതിൽ നിന്ന് നമ്മൾ ഈ കുഡ്, ഷുഡ്, വുഡൊക്കെ വരുന്നത് എടുത്ത് എഴുതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അടുത്തത് നമ്മൾ അത് തന്നെ ഇതിലേക്ക് എടുത്ത് എഴുതുകയാണ്. ഷുഡ്, വുഡ്, കുഡ് വരുന്നത് ഷുഡിൽ ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, Irma's mother noticed this and she taught Irma should not let herself be carried away by the smartphone. Would വരുന്നത് to refer past habits. In the evening she would go cycling. Early in the morning she would have great fun drawing and painting. She would scroll through social media, watch videos and play games for hours. Could വരുന്നത് to refer past ability. She could ride for a long time without getting tired. She found she could not take her eyes off the screen. She could not help reaching for her phone even when she was busy with other things. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു പോയം തന്നിട്ടുണ്ട്. അതിൽ ദാറ്റ്, ഹൂ, വിച്ച് ഇത് വേർഡ്സ് വരുന്ന പോയമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കോൺവെർസേഷൻ അവിടെ തന്നിട്ടുണ്ട്, ദിയും മിലനും തമ്മിൽ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഹേ, ഹാവ് യു ഹേർഡ് ഓഫ് ദ എർത്ത് ഹീറോസ് ക്ലബ്? നോ, വാട്ട്സ് ദാറ്റ്? It's a group of kids. അവിടെ എന്ത് ഫിൽ ചെയ്യും? ഹൂ ആണ്. ഹൂ ആർ റിയലി പാഷനേറ്റ് അബൌട്ട് എൻവയോൺമെന്റ് കോൺവെർസേഷൻ. ദാറ്റ് സൗണ്ട്സ് കൂൾ. ഹൂ ക്യാൻ ജോയിൻ? ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. എനിവൺ ഹൂ വാണ്ട്സ് ടു മേക്ക് എ ഡിഫറൻസ്. എവ്രിവൺ ക്യാൻ പ്ലേ പാർട്ട് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് അവർ പ്ലാനറ്റ്. ദേ സേ ദാറ്റ്സ് റിയലി സ്മാർട്ട്. ഡു ദേ ഡു എനിത്തിങ് എൽസ്? They convinced the shopkeepers to give up plastic bags which are harmful to the environment. That's a big achievement. How can I get involved? അപ്പോൾ എനിക്ക് എങ്ങനെയും ഇൻവോൾവ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. You can attend their meetings that they hold every Friday after school. സ്കൂളിന് എല്ലാ ഫ്രൈഡേയും സ്കൂൾ ടൈമിന് ശേഷം അവർ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് എന്ന് പറയാം. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇവനും അതിൽ ജോയിൻ ചെയ്യാം. ഐ എം എക്സൈറ്റഡ് ടു ജോയിൻ. താങ്ക്സ് ഫോർ ടെല്ലിങ് മീ അബൌട്ട് ദ ക്ലബ്. നമ്മളിതിൽ കൂടുതലായിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.